ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാളായി ഞാൻ ഇതുപോലെ ഒരു വോയിസ് ഓവറിലൊക്കെ വന്നിട്ട്. ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. എൻ്റെ ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, എൻ്റെ വീട്ടിലൊരാളുടെ കല്യാണമാണ്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പർച്ചേസിങ്ങും അതേപോലെ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ ഒരു വെഡ്ഡിങ് പ്രിപ്പറേഷൻ വീഡിയോ ആണ്. നമുക്ക് കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ട്. അതേപോലെ നമ്മൾ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടായിരുന്നു, കല്യാണത്തിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ ഇടാനുള്ളൂ. അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന്. ഞാനപ്പോൾ അനിയത്തിനെ പോയി ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്ത് പിന്നെ ഞാനും ചേച്ചിയും പിള്ളേരും കൂടെ തൃപ്പയാറുള്ള കൈനയിലേക്കാണ് പോയത്. കൈനയിൽ ഞങ്ങളൊരു ട്രയൽ ബ്ലൗസ് കൊടുത്തിരുന്നു സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് വന്ന് അത് ട്രൈ ചെയ്ത് നോക്കി ഓക്കെ അല്ലേ, ഇനി എന്തെങ്കിലും ഓൾട്രേഷനൊക്കെ വേണമെന്നെങ്കിൽ ഇന്ന് പറയാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് അവിടെ പോയിട്ട് നോക്കി അതെല്ലാം സെറ്റാക്കി ഇനി നമ്മൾ നേരെ പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ്. ഫസ്റ്റ് നമ്മൾ കൽപ്പയേക്കാണ് പോയത്. പിള്ളേർക്ക് പട്ടുപാവാടയാണ് നമ്മൾ രാവിലെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാരി നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. സിൽക്ക് സാരി അല്ലെങ്കിൽ പ്രൊപ്പറേറ്റീവ് നോക്കാനാണ് ഉദ്ദേശിച്ചത്. കുറേ സാരികളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ മനസ്സിൽ ഉദ്ദേശിച്ചൊരു കളർ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചേച്ചി കൂടി കുറേ കളേഴ്സൊക്കെ അവരോട് പറയുന്നുണ്ട്, കോമ്പിനേഷൻസൊക്കെ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ക്ലീശേ കണ്ട കളേഴ്സ് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും എടുത്ത് തരുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു കളർ കിട്ടുന്ന വരെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ പിൻട്രസ്റ്റിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പിന്നെ ടെക്സ്റ്റൈലിൽ പോകുമ്പോൾ നമുക്കൊന്നും കൂടെ മനസ്സിന് പിടിക്കുന്നില്ല. അവർ കുറേയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇതിൻ്റെ പല്ലു പോർഷൻ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും, പിന്നെ ബോഡി സ്കേർട്ടായാലും അടിപൊളിയായിരിക്കും, നിങ്ങൾ വെച്ച് നോക്കുക അങ്ങനെയൊക്കെ. പക്ഷെ എന്നാൽ നമുക്ക് കളേഴ്സോ അല്ലെങ്കിൽ സാരിയുടെ ഡിസൈൻസോ ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളൊന്നും അങ്ങനെയൊന്നും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കലാണ് പെട്ടെന്ന് ഈ സാരി നമുക്ക് കണ്ടത്. ഈ സാരി എനിക്കും ചേച്ചിക്കും ഒരുപോലെ ഇഷ്ടമായി. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ്. പിന്നെ എൻ്റെ പല്ലു പോർഷൻ എന്ന് പറയുമ്പോൾ നല്ല പിങ്ക് കളറായിരുന്നു. വീഡിയോനേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ നല്ല രസമുള്ള കളറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എൻ്റെ പല്ലു പോർഷൻ നമുക്ക് ടോപ്പായിട്ടും ഈ ഗ്രീൻ പോർഷൻ സ്കേർട്ടായിട്ടും സ്റ്റിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ അത് നമ്മൾ സൈഡിൽ മാറ്റി വെച്ച് പിന്നെ രണ്ടാമത്തെ ആൾക്കുള്ള സാരികൾ നോക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ നല്ല സാരി കിട്ടുകയാണെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ ഈ ബ്ലൂവും അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമായി. പിങ്കും ബ്ലൂ ആണ് വീണ്ടും വന്നത്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമായിട്ട് അപ്പോൾ നമ്മൾ നോക്കി. പിന്നെയും പിങ്ക് റിപ്പീറ്റ് ആകുമ്പോൾ പിള്ളേർക്ക് അതൊരു ടിന്നിങ് പോലെ ആവോ യൂണിഫോം ആവോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചു. നല്ലത് കിട്ടില്ലെങ്കിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെയും കുറേ സാരികളൊക്കെ നോക്കി. പിന്നെ നമ്മൾക്ക് ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ബോട്ടിൽ ഗ്രീനും ആ പിങ്ക് കോമ്പിനേഷനുള്ള സാരിയും കൂടെ ഒരാൾക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിമാരൊക്കെ കൂടി ഒരാൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബോഡി പോർഷൻ സ്കേർട്ടായിട്ടും പിന്നെ ബ്ലൗസ് പോർഷനാണ് ഇവർ ടോപ്പായിട്ടും വെച്ച് നോക്കിയത്. ശരിക്കും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, പല്ലു പോർഷനാണ് നമ്മൾ സ്കേർട്ടായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം നേരെ നമ്മൾ ബ്യൂട്ടി സിൽക്സിലേക്ക് പോയി അടുത്ത ആൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾക്ക് വേണ്ടി കുറേ നമ്മൾ തിരഞ്ഞു. ഇവിടെയും പോയപ്പോൾ ബ്രൊക്കേഡിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഓൾറെഡി ബ്രൊക്കേഡ് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് നമ്മൾ സിൽക്ക് സാരിക്ക് തന്നെ നോക്കി. പിന്നെ ഇവിടുത്തെ ചേച്ചിമാർ തന്നെ നമ്മൾക്ക് കുറച്ച് സാരികൾ സെലക്ട് ചെയ്ത് തന്നുണ്ട്. നമ്മളത് പിള്ളേർക്ക് വെച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന്. ബ്രൊക്കേഡുള്ള സാരികൾ തന്നെയാണ് കൂടുതലും. കുറച്ച് കളർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബ്രൊക്കേഡ് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് പിന്നെ നമ്മളത് എടുക്കാൻ നിന്നില്ല. കാരണം തലേ ദിവസം ബ്രൊക്കേഡ് തന്നെയാണല്ലോ, അപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് നല്ല കുറച്ച് വൈബ്രൻ്റായി നിൽക്കുന്ന കളേഴ്സിലുള്ള ഒരു പട്ടുപാവാട അങ്ങനത്തെ രീതിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ എക്സ്പ്രഷൻ ഗൈസ് ഈ ജാനിക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല ഗൈസ് അല്ലേ? നേരെ സമയം കളയാതെ പോയത് സ്റ്റിച്ച് സെൻ്ററിലേക്കാണ്. ഓൾറെഡി നമ്മൾ എടുത്തു വെച്ച 2 മെറ്റീരിയൽസ് കൊടുക്കണമായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ കൊടുത്തു വെച്ച മെറ്റീരിയൽസിൻ്റെ കുറച്ച് ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. നമ്മൾ മെറ്റീരിയൽസൊക്കെ കൊടുത്ത് അളവൊക്കെ പയ്യെ എടുത്ത് നമ്മളുടെ കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞ് നമ്മൾ പിൻട്രസ്റ്റിലും ഗൂഗിളിലും ഇൻസ്റ്റയിലൊക്കെ നോക്കി കണ്ടുപിടിച്ച് കുറച്ച് മോഡൽസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, അപ്പോൾ ഈ മെറ്റീരിയൽ ചെയ്യാൻ പറ്റില്ല, പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി വെറൈറ്റി ആയിരിക്കും. അങ്ങനെ നമ്മളെ സജഷൻസും അവരുടെ സജഷൻസൊക്കെ കൂടി കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു മോഡൽ ഫൈനലൈസ് ചെയ്തു ലാസ്റ്റ്. പക്ഷെ ആ മോഡൽ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ പയ്യെ പറഞ്ഞ് സെറ്റാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് ലേസൊക്കെ മേടിച്ച് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞ് ചേച്ചിമാരോട് സെറ്റാക്കി. പിന്നെ
ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ നോക്കി നമ്മുടെ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവേഴ്സ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ 4-5 ഐസ്ക്രീം സെലക്ട് ചെയ്ത് മേടിച്ചു. പിന്നെ നമ്മളതൊക്കെ എടുത്ത് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായി നമ്മൾ. അത്രയും നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായി. രാവിലെ തുടങ്ങി അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പയ്യെ എൻജോയ് ചെയ്ത് ഇനി അടുത്ത പ്ലാൻ എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. ജനക്ക് ഇഷ്ടമായോ? അതിഥിക്ക് ഇഷ്ടമായോ സാധനം? എൻ്റെ ഐസ്ക്രീം ഞാൻ ആദ്യമേ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റിക്കിൽ സ്റ്റാറിനോ ചെക്ക് ചെയ്യായിരുന്നു. 2 സ്റ്റാർ ഉണ്ടെങ്കിൽ 2 ഐസ്ക്രീം കിട്ടുമല്ലോ. എന്തോ ഭാഗ്യത്തിന് 2 സ്റ്റാർ ഉണ്ടായിരുന്നില്ല, 1 സ്റ്റാർ ഉണ്ടായിരുന്നില്ല. ജനക്ക് ഇഷ്ടമായ ഐസ്ക്രീം എങ്ങനെയുണ്ട്? ഞങ്ങൾ നേരെ പോയത് ലാമിയയിലേക്കായിരുന്നു. ലാമിയയിൽ പോയി ഇതുപോലെ സാരിയൊക്കെ നോക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഗൗരിക്ക് ചെറുതായിട്ട് നാണൊക്കെ വന്നതിൻ്റെ എക്സ്പ്രഷനൊക്കെ ഇട്ടിരിക്കുകയാണ് ഒരാളവിടെ. പിന്നെ ഞങ്ങൾ വീണ്ടും സാരി നോക്കൽ മഹാമഹൻ തുടങ്ങി. കുറേ സാരികൾ വലിച്ചിട്ടു, കുറേ സാരികൾ ഞങ്ങൾ പറഞ്ഞു. അപ്പം ചേച്ചിമാർ നമ്മൾ ഉദ്ദേശിച്ച സാരി ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മളിതുപോലെ തിരിച്ചിറങ്ങി പോവുകയാണ്. അപ്പോൾ കുറേ നടന്ന് 2-3 കടൽ കയറി ഇറങ്ങിയതോടെ പിള്ളേരെ മൂടൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് നമ്മളുടെ സ്പോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അർച്ചന സിൽക്സ് ആണ്. അങ്ങനെ അർച്ചന സിൽക്സിലേക്ക് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓഫർ ചെയ്ത് അവരെയും കൊണ്ട് അർച്ചന സിൽക്സിലെത്തി. അപ്പം നമ്മളുടെ ഉഷമാമ ഉണ്ടായിരുന്നു അവിടെ. ഉഷമാമ ഞങ്ങൾ ജസ്റ്റ് സർപ്രൈസ് കൊടുത്തു. മാഡം സാരി ഫാമിലിയിലെ ഒരു കലാകാരിയാണിത്. നന്നായി പാട്ടൊക്കെ പാടി ഞങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പിൽ വോയിസൊക്കെ അയച്ചു തരാറുണ്ട്. ഞങ്ങൾ എല്ലാവരും നന്നായി എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഉഷ്മാമിനെ. ഞങ്ങൾ അർച്ചനയിൽ ഉഷ്മാമയുടെ ഹെൽപ്പോട് കൂടി കുറേ സാരികളൊക്കെ നോക്കി. ഓൾറെഡി കുറേ സാരികളവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറേയൊക്കെ നോക്കി. പക്ഷെ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാലും ഉഷ്മാമ കുറേ വെറൈറ്റി സാരികളൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു സാരി ഇഷ്ടപ്പെട്ടു. അതൊക്കെ നമ്മൾ സെലക്ട് ആക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കുറച്ചും കൂടി നല്ലത് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചും കൂടി നന്നായി ഡീപ്പായി നോക്കിയിരുന്നു. ഒരെണ്ണം ഞങ്ങൾ ബില്ല് ചെയ്ത് വാങ്ങി അവിടെ നിന്ന്. അത് കഴിഞ്ഞ് അപ്പുറത്തെ അർച്ചന പ്ലസ്സിൽ പോയി അവിടെ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. അങ്ങനെ അവിടെ പോയി നോക്കി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ആകെ ക്ഷീണിച്ച് ഇരിപ്പൊക്കെ ആയി ഗൈസ്. പിന്നെ പയ്യെ ചെയറൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്നും കിടന്നൊക്കെയാണ് പിന്നെ നമ്മൾ സാരികളൊക്കെ നോക്കിയത്. അപ്പോൾ അവിടെ കുറേ ചേച്ചിമാർ നമുക്ക് കുറേ സജഷൻസൊക്കെ പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞു റെഡിമെയ്ഡ് പട്ടുപാട് ഉണ്ടാവും, നിങ്ങൾക്ക് അത് നോക്കായിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഓൾറെഡി റെഡിമെയ്ഡ് പട്ടുപാട് ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ സാരിക്ക് തന്നെ നോക്കി. അങ്ങനെ കുറേ കളക്ഷൻസ് നമ്മൾ കുറേ കളർ കോമ്പിനേഷൻസൊക്കെ പറഞ്ഞപ്പോൾ അവർ അതേ കളർ കോമ്പിനേഷൻ സാരികളൊക്കെ എടുത്ത് തന്നു. പക്ഷെ ഉദ്ദേശിച്ച മെറ്റീരിയൽ കിട്ടിയില്ല. അതുപോലെ പിള്ളേർക്ക് ഇഷ്ടമായിട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ട എടുക്കാൻ അവർക്ക് ഇടുമ്പോൾ. അപ്പോൾ വീണ്ടും കുറേ തപ്പി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സെയിൽസ് ഗേൾസിൻ്റെ ജോലി ഏറ്റെടുത്ത് ഷെൽഫിൽ നിന്ന് സ്വയം ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങി. അത്രയും ക്ഷീണിച്ചിട്ടുണ്ടായി. ഞങ്ങൾ അത്രയും മടുത്തു പോയിരുന്നു കുറച്ച് നേരം കൊണ്ട്. പറ്റി ഗൗരിക്ക് എന്താ പറയാനുള്ളത്? പറയുന്നവരെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നത് ദിവസം? ജാനിക്കും ഗൗരിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ് കഴിച്ച് ഞങ്ങൾ പോയത്. പറ ഗൗരിക്ക് ഡ്രസ്സ് കിട്ടിയോ? എന്ത് കിട്ടായിരുന്നു? അടിപൊളി. ഞങ്ങളടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നു. ഇതാണ് ലാച്ച ഫാൻ. പണ്ട് മുതൽ ലാച്ചയുടെ അബ്ബാസിട്ട ഞങ്ങളെ വീട്ടിൽ തിളക്കാണ് സാർ മെയിൻ ഞങ്ങളുടെ. ഞങ്ങളെ തീരുമാനം എടുത്തു ഗൈസ്. ഇന്നത്തെ പർച്ചേസിങ് ഇതോടുകൂടി അവസാനിപ്പിക്കാം. ഞങ്ങളും കുട്ടികളും ഒരുപോലെ ക്ഷീണിച്ചു. അപ്പോൾ ഇനി അടുത്ത പർച്ചേസിങ് വീഡിയോ തൃശ്ശൂർ കൊടുങ്ങല്ലൂരായിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാം. ബൈ ഗൈസ്.